നമുക്ക് കുക്കറിൽ പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. അതിനാദ്യം പാത്രത്തിനകത്തേക്ക് നമുക്കുണ്ടല്ലോ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇത്രയും സാധനങ്ങൾ പയ്യൊന്ന് ചൂടാക്കിയെടുക്കണം. ഒത്തിരി ഒന്നും ചൂടാക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ കഴുകി വാരിയ ചിക്കൻ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഇഞ്ചി, പച്ചമുളക്, സവാള, വെളുത്തുള്ളി, പിന്നെ വേപ്പിലയൊക്കെ ഉണ്ട് കേട്ടോ, വേപ്പില, ഇതെല്ലാം കൂടി അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ചൂടാക്കി വെച്ച പൊടികളുണ്ടല്ലോ അതും കൂടി അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ച് മതി. അതിപ്പോൾ ഇച്ചിരി കൂടിപ്പോയോ സംശയം, എന്നാലും കുറച്ച് മതി. അത്ര വെളിച്ചെണ്ണ ഒഴിച്ച് ഞങ്ങൾ 2 ഉരുളൻകിഴങ്ങ് ഇടുന്നുണ്ട്. ഇവിടെ ഉരുളൻകിഴങ്ങ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2 ഉരുളൻകിഴങ്ങും കൂടി അതിനകത്തേക്ക് ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. അത് നമ്മൾ നന്നായിട്ട് ചെയ്യണം. നമ്മൾ സവാളയൊന്നും വെളിച്ചെണ്ണയിൽ മൂപ്പിക്കണില്ലല്ലോ, അപ്പോൾ നന്നായിട്ട് തിരുമ്മണം. പിന്നെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. വെള്ളം വേണമെങ്കിൽ, ഗ്രേവിയൊക്കെ വേണമെങ്കിൽ മാത്രം. ഇവിടെ ചപ്പാത്തിക്ക് കഴിക്കാനായിരുന്നു കൊണ്ട് ഗ്രേവിയൊക്കെ വേണം, എല്ലാവർക്കും ഗ്രേവി ഇഷ്ടമാണ്. നമ്മൾ കുറച്ച് ഗ്രേവിക്ക് വേണ്ടി വെള്ളം ഒഴിച്ചു. എന്നിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഒരു വിസിൽ മതിയേ. ചിക്കൻ പെട്ടെന്ന് വേവണയല്ലേ, ഒരു വിസിൽ അടിച്ച് കഴിയുമ്പോൾ തന്നെ അതങ്ങ് വേവും. എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇത് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് ഭാഗം വേവായിരിക്കും. ഇത് കണ്ടോ, ഒറ്റ വിസിലിൽ ഇതേ ഉരുളൻകിഴങ്ങും ചിക്കനും ഒക്കെ ഇത് കറക്റ്റ് ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്. ഇനി ഗ്രേവി ഇഷ്ടമല്ലാത്തവർക്ക് അതൊന്ന് പയ്യെ വറ്റിച്ചെടുത്താൽ മതി. അതിനകത്ത് തന്നെ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് പയ്യെ ഒന്ന് വറ്റിച്ചെടുത്താൽ കുറുകി വരും. അത് പെട്ടെന്നാവും, നല്ല ടേസ്റ്റും ഉണ്ട് ഈ ചിക്കൻ കറിക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം കേട്ടോ. വെച്ച് നോക്കിയിട്ട് കമൻറ്റ് പറയണേ.